നിങ്ങളുടെ നിശബ്ദത അർഹിക്കുന്നവർക്ക് വേണ്ടി ഒരിക്കലും നിങ്ങളുടെ വാക്കുകൾ നഷ്ടപ്പെടുത്തരുത്. ചിലപ്പോഴെങ്കിലും ചിലർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ആയുധം നിശബ്ദതയാണ്. നമുക്ക് സ്നേഹിക്കാൻ അറിയാമെന്നതിൽ കാര്യമില്ല. നമ്മളെ സ്നേഹിക്കുന്ന കൈകളിൽ നമ്മൾ എത്തുമ്പോഴാണ് സ്നേഹത്തിന് അർത്ഥമുണ്ടാകുന്നത്. ചതിച്ചവർ ആദ്യം ചിരിക്കും, പിന്നീട് കരയും. ചതിക്കപ്പെട്ടവർ ആദ്യം കരയും, പിന്നീട് ചിരിക്കും. ഇത് കാലത്തിൻ്റെ നിയമമാണ്. വഴിയിൽ വളവുകളും കുഴികളും ഉണ്ടെന്ന് കരുതി ആരും യാത്ര ചെയ്യാതിരിക്കുന്നില്ല. ജീവിതവും അങ്ങനെ തന്നെ. രോഗങ്ങളും സഹനങ്ങളും പ്രതിസന്ധികളും വരും. ക്ഷമയോടെ യാത്ര തുടരുക. തനിച്ചാക്കി പോകില്ല എന്ന വിശ്വാസത്തിൽ ആരെയും ജീവന് തുല്യം സ്നേഹിക്കുകയോ പരിഗണിക്കുകയോ ചെയ്യരുത്. അത് നിങ്ങളെ തീരാ ദുഃഖത്തിലാക്കും. മനുഷ്യനാണ്, മാറും, മടുക്കും. അവരുടെ സാഹചര്യങ്ങൾ മാറുമ്പോൾ അവരുടെ ഇഷ്ടങ്ങളും മാറും. കൂട്ടുകാരോടൊപ്പം സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നതിൻ്റെ അത്രയും തന്നെ തനിച്ച് ആസ്വദിക്കാനും സമയം കണ്ടെത്തുക. കാരണം ഒരു നാൾ തനിച്ചിരിക്കേണ്ടി വരുമ്പോൾ നമുക്ക് അതും ആസ്വദിക്കാൻ പറ്റണം. ഓർക്കുക, ജീവിതത്തിൽ എല്ലാ സമയങ്ങളും നല്ലതാവണമെന്നില്ല. നല്ല സമയങ്ങൾ നമുക്ക് നല്ല ഓർമ്മകളാണ് സമ്മാനിക്കുന്നത്. എന്നാൽ മോശം സമയങ്ങൾ അത് നമുക്ക് നല്ല പാഠങ്ങളാണ് സമ്മാനിക്കുന്നത്. നിങ്ങൾ വളരെയധികം ദേഷ്യപ്പെട്ടിരിക്കുന്ന നിമിഷങ്ങളിൽ മൗനമാണ് ഏറ്റവും നല്ലത്. വാക്കുകൾ കൊണ്ട് ആരെയും മുറിവേൽപ്പിക്കാതെ നോക്കാം. ദുഃഖവും സന്തോഷവും രാത്രിയും പകലും പോലെയാണ്. സന്തോഷത്തിൽ നിന്ന് ദുഃഖത്തിലേക്കും ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്കും ഒരുപാട് ദൂരമില്ല. എന്തെങ്കിലും പ്രശ്നങ്ങളും വിഷമങ്ങളും ഉണ്ടാകുമ്പോൾ എല്ലാം തകർന്നു എന്ന ചിന്തയിൽ നിരാശപ്പെടരുത്. കാലങ്ങൾ കടന്നു പോകുമ്പോൾ എല്ലാവരിലും മാറ്റങ്ങൾ സംഭവിക്കും. ഇന്ന് നമ്മളെ ചേർത്ത് നിർത്തിയവർ നാളെ നമ്മെ മാറ്റി നിർത്തിയേക്കാം. മനസ്സിലെ മുൻഗണന മാറുമ്പോൾ സ്ഥാനത്തിനും മാറ്റം വരാം. നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങൾ എത്രയധികം പുറമെ പ്രകടിപ്പിക്കുന്നുവോ അത്രയധികം ആളുകൾക്ക് നിങ്ങളെ വേദനിപ്പിക്കാനുള്ള വഴികൾ കണ്ടെത്താനാകും. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾ കാണിക്കുന്ന മുൻകോപം മുൻപോട്ടുള്ള വഴികളിൽ തടസ്സം സൃഷ്ടിക്കുക മാത്രമല്ല, മറ്റുള്ളവരുടെ മനസ്സിൽ വെറുപ്പും വൈരാഗ്യവും ഉണ്ടാക്കി വയ്ക്കുകയും ചെയ്യും. കലഹത്തെ മറികടക്കാൻ നിശബ്ദതയേക്കാൾ വലിയ ആയുധമില്ല. നമ്മുടെ വ്യക്തിത്വം മികവുറ്റതാകുന്നത് സ്വയം വിലയിരുത്തലുകളും വിമർശനങ്ങളും നടത്തുമ്പോഴാണ്. ഒരാൾ മിണ്ടാതിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വിഷമം എത്രത്തോളമുണ്ട്, അതായിരിക്കും നമുക്ക് അയാളോടുള്ള സ്നേഹത്തിൻ്റെ ആഴം. തൻ്റെ ലക്ഷ്യം നിറവേറ്റണമെന്ന് ആഗ്രഹമുള്ളയാൾ എത്ര മോശം സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും. വിജയിച്ച വ്യക്തികളെപ്പറ്റി മാത്രമല്ല, തോറ്റുപോയവരെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം. അത് വിജയിക്കാനുള്ള മാർഗങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതിന് നമുക്ക് പ്രചോദനം നൽകും. എല്ലാം വെട്ടിത്തുറന്ന് പറയുകയും എല്ലാവരുമായി പങ്കുവയ്ക്കുകയും ചെയ്യരുത്. നിങ്ങളുടെ ജീവിതത്തിൽ രഹസ്യമായി സൂക്ഷിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. ചേർത്ത് പിടിക്കാൻ കൈകൾ തന്നെ വേണമെന്നില്ല. സ്നേഹത്തോടെ പറയുന്ന ഓരോ വാക്കും ഓരോ ചേർത്തുപിടിക്കലുകളാണ്. അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ മുട്ടുന്നില്ല. നിങ്ങൾ വാതിലുകൾ കണ്ടെത്തി തുറക്കുമ്പോഴാണ് അവസരങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. നമുക്കൊരിക്കലും ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്തു കാണിക്കുമ്പോഴാണ് ജീവിതത്തിൽ വഴിത്തിരിവ് ഉണ്ടാകുന്നത്. നിങ്ങൾ ശരിയായി ജീവിതത്തെ ഗൗനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അർഹമായതെല്ലാം ജീവിതം നൽകും. എത്ര ചവിട്ടി മെതിച്ചാലും ഏത് സാഹചര്യത്തിലായാലും വളരേണ്ടവ വളരുക തന്നെ ചെയ്യും. ഉള്ളിൽ അണയാതെ ഒരു കനൽ സൂക്ഷിച്ചാൽ മതി, സ്വന്തം ഉയർച്ചയ്ക്കുള്ള കനൽ.